നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം മാതാവ് കുട്ടിയെ കൊലപ്പെടുത്തിയ കേസും അതിന് പിന്നാലെ സ്വന്തം പിതാവിന്റെ സഹോദരനാൽ ആ പിഞ്ചു കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട സംഭവമൊക്കെ മലയാളികൾക്കുണ്ടാക്കിയ നടുക്കം വലുത് തന്നെയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വളരെയധികം നടുക്കുന്നതായി മാറിയിരിക്കുകയാണ്. 14-കാരിയെ പീഡിപ്പിച്ചതിന് അമ്മയുടെ പങ്കാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കുട്ടിയെ 1 വർഷത്തോളമായി അമ്മയുടെ പങ്കാളി പീഡിപ്പിക്കുകയാണ് എന്നാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി ആംബുലൻസ് ഡ്രൈവറാണ്. 1 വർഷം മുൻപായിരുന്നു കുട്ടിയുടെ പിതാവ് ഈ ഭാര്യയെയും അതുപോലെ തന്നെ കുടുംബത്തെയും ഉപേക്ഷിച്ചത്. അതിനുശേഷം കുട്ടിയുടെ മാതാവ് ഈ പ്രതിക്കൊപ്പമാണ് ജീവിച്ചത്. അമ്മയും കുട്ടിയും കഴിഞ്ഞിരുന്നതും ഈ പ്രതിക്കൊപ്പമായിരുന്നു. ബന്ധുക്കളാണ് ഇയാൾ ഈ ഒരു അവസരം മുതലെടുത്ത് കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ബന്ധുക്കളാണ് പീഡന വിവരം അമ്മയോട് പറഞ്ഞത്. പീഡിപ്പിക്കപ്പെട്ട കാര്യം കുട്ടി വെളിപ്പെടുത്തുകയും ചെയ്തത്. തുടർന്ന് അമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നടക്കുന്ന സംഭവമാണിത്. തീർച്ചയായിട്ടും സ്വന്തം വീട്ടിൽ അമ്മയുടെ പങ്കാളി ഇത്തരത്തിൽ ഒരു കുട്ടിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതടക്കമുള്ള വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തന്നെയാണ്. അതേസമയം മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം. വാളയാറിൽ സംഭവിച്ച 2 കുട്ടികളെ പീഡിപ്പിച്ച സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. വളരെയധികം ചർച്ചാ വിഷയമായ ആ കേസ്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം. ഒറ്റയ്ക്ക് താമസിക്കുന്ന 60-കാരിയായ സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായിരിക്കുന്നു. ഈ അറസ്റ്റിലായ വ്യക്തി വാളയാർ അട്ടപ്പള്ളത്ത് സഹോദരിമാർ പീഡനത്തിനിരയായി മരിച്ച കേസിലെ 5ാം പ്രതിയാണ് എന്നതാണ് മറ്റൊരു ഗൗരവകരമായിട്ടുള്ള കാര്യം. അട്ടപ്പള്ളം പാമ്പാമ്പള്ളം കല്ലങ്കാട് സ്വദേശി അരുൺ പ്രസാദ് ആണ് അറസ്റ്റിലായത്. വാളയാർ കേസിൽ ജുവനൈൽ കോടതിയിൽ വിചാരണ നേരിടുന്ന വ്യക്തിയായിരുന്നു ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ അതിക്രൂരമായ സംഭവം ഉണ്ടായത്. ഈ പ്രതിക്കെതിരെ ബലാത്സംഗ ശ്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, വീട്ടിൽ അതിക്രമിച്ച് കയറൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. വാളയാർ ഇൻസ്പെക്ടർ NS രാജീവിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാളയാർ കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്ത അരുൺ പ്രസാദിനെയായിരുന്നു. സംഭവം നടക്കുമ്പോൾ പ്രായപൂർത്തിയാവാത്തതിനാൽ ജുവനൈൽ കോടതിയിലായിരുന്നു കേസ്. CBIയുടെ 2ാമത്തെ അന്വേഷണ സംഘം വാളയാർ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു എന്നത്, സ്വന്തം ബന്ധുക്കളാൽ ഉറ്റവരാൽ തന്നെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിവരം അക്ഷരാർത്ഥത്തിൽ മലയാളികളെ സംബന്ധിച്ച് അത് ഒരു നടക്കുന്ന തന്നെയാണ്. പ്രത്യേകിച്ച് ഈ 3.5 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകളായിരുന്നു നടന്നത്. നമുക്കറിയാവുന്നതാണ് ആ സംഭവം. അതായത് സ്വന്തം അമ്മ കുട്ടിയെ അതിക്രൂരമായിട്ട് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നും പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തുന്നു. ഈ കുട്ടിയെ മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനൊടുവിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ആ കുട്ടി മുങ്ങി മരിച്ചതാണെന്ന് പറയുകയും പക്ഷേ കുട്ടിയുടെ ദേഹത്ത് അസ്വാഭാവികമായ ചില മുറിവുകൾ കാണുന്നു. ആ മുറിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കുട്ടി അതിക്രൂരമായി, വെറും 3 വയസ്സുകാരി അല്ലെങ്കിൽ 3-4 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നതടക്കമുള്ള അതായത് ഈ അമ്മ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് 24 മണിക്കൂർ മുന്നേ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നതടക്കമുള്ള ഭയാനകമായ വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. കുട്ടിയെ എറിഞ്ഞ് മൂഴിക്കുളം പാലത്തിലെത്തിയാണ് ഈ അമ്മ കുട്ടിയെ എറിഞ്ഞു കൊലപ്പെടുത്തിയത്. മാത്രമല്ല ഇതിന് പിന്നാലെയാണ് പിതൃ സഹോദരൻ ഈ കുട്ടിയെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള നടക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അക്ഷരാർത്ഥത്തിൽ ആ വാർത്ത നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആഘാതം ഏൽപ്പിച്ചതായിരുന്നു. ഒരു കുഞ്ഞു കുട്ടിയെ ഇത്രത്തോളം ദുരുപയോഗം ചെയ്യാൻ അല്ലെങ്കിൽ ഇത്രത്തോളം പീഡിപ്പിക്കാൻ മാത്രം ഇത്ര അതമ്പതിച്ചു പോയോ സ്വന്തം വീട്ടിലുള്ളവർ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു. എന്തായാലും ഈ കേസ് വളരെ ഗൗരവകരമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. മാത്രമല്ല ഈ കേസിൽ തെളിവെടുപ്പ് അടക്കം നടത്തിയതാണ്. പ്രത്യേകിച്ച് അമ്മയെ മൂഴിക്കുളം പാലത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവളെ ഞാൻ അങ്ങോട്ട് എറിഞ്ഞു കൊന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അമ്മ പ്രതികരിക്കുകയും ചെയ്തു. എന്തിന് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിന് തൻ്റെ ഭർത്താവിൻ്റെ കുടുംബം വിഷമിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിൽ ഒരു കൊല ചെയ്തത് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു മാതാവ് നടത്തിയത്. അതായത് കുട്ടിയെ അവർ ഒരുപാട് ലാളിക്കുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു, അത് തനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അവർ വിഷമിക്കുന്നത് തനിക്ക് കാണണമായിരുന്നു എന്നതടക്കമുള്ള പ്രതികരണവും നടത്തി.
മാത്രമല്ല തൻ്റെ ഭർത്താവ് രണ്ടാം വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നു. അപ്പോൾ തൻ്റെ കുഞ്ഞ് രണ്ടാം അമ്മയോടൊപ്പം എങ്ങനെ ജീവിക്കും എന്നതടക്കമുള്ള ആശങ്കകൾ തന്നെ വേട്ടയാടിയിരുന്നു. അതുകൊണ്ടാണ് കുട്ടിയെ കൊലപ്പെടുത്തുക എന്ന ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തിയത് എന്നും ഈ അമ്മ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ. എന്തായാലും ഈ തെളിവെടുപ്പിനൊക്കെ എത്തിച്ചപ്പോൾ ഈ യുവതിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ ഉയരുകയുണ്ടായി. മാത്രമല്ല ഈ കുട്ടിയെ പീഡിപ്പിച്ച പ്രതി അയാളെ തെളിവെടുപ്പിന് വീട്ടിലെത്തിച്ചപ്പോഴും നാട്ടുകാർ വലിയ രീതിയിൽ അയാൾക്കെതിരെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ രണ്ട് പ്രതികളുടെ മുഖം മറച്ചുകൊണ്ടായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. അപ്പോൾ അവരുടെ മുഖം കാണണമെന്ന ആവശ്യമൊക്കെ ഉണ്ടായി. അവർക്കെതിരെ വലിയ രീതിയിലുള്ള ശാപവാക്കുകൾ ഉയരുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ല. ഭർത്തൃവീട്ടിൽ താൻ നിരന്തരം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു എന്ന് യുവതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞിരുന്നു. മക്കളെ പോലും തന്നിൽ നിന്ന് അകറ്റി നിർത്തി. ഇത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയെന്നും യുവതി പോലീസിനോട് വിവരിച്ചിരുന്നു. ഭർത്താവ് തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന വിവരം അറിഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ തന്റെ മകൾ എങ്ങനെ ജീവിക്കും എന്ന ആശങ്കയാണ് തന്നെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു യുവതി നടത്തിയത്. എന്നാൽ ഇവരുടെ മൊഴിയിൽ പോലീസിന് വലിയ രീതിയിലുള്ള സംശയമുണ്ടായിരുന്നു. ഞാൻ മോളെ പുഴയിലിടാൻ പോയി എന്ന് പോലീസിന്റെ ചോദ്യത്തിന് യുവതി മറുപടി നൽകിയിരുന്നു. പലവട്ടം ചോദിച്ചപ്പോഴും ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഇത് തന്നെ ഇവർ ആവർത്തിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലുമായി യുവതി സഹകരിച്ചിരുന്നില്ല. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ തലകുമ്പിട്ട് നിൽക്കുക മാത്രമായിരുന്നു ഇവർ ചെയ്തത്. അച്ഛന്റെ അടുത്ത ബന്ധുവാണ് കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതെന്ന് കണ്ടെത്തിയ പോലീസിന് പക്ഷേ ഇക്കാര്യം അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നതടക്കമുള്ള ചോദ്യം അത് അമ്മയ്ക്ക് അറിഞ്ഞിരുന്നില്ല. താൻ അറിഞ്ഞിരുന്നില്ല ഇത്തരത്തിൽ ഭർത്തൃ സഹോദരൻ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഈ ഒരു സംഭവം നമുക്കുണ്ടാക്കിയ ഒരു നടുക്കം അല്ലെങ്കിൽ എത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അമ്മയുടെ പങ്കാളി 14 വയസ്സുകാരിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഈ വാർത്ത കൂടി പുറത്തു വരുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സുരക്ഷ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു കെയർ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് അടിവരെ ഇട്ട് നമ്മളോട് ആവർത്തിച്ച് സൂചന നൽകുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. പ്രത്യേകിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യം കാരണം കുടുംബാന്തരീക്ഷം കുത്തഴിഞ്ഞ നിലയിലായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രതി മുതലെടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഈ ഒരു എറണാകുളത്ത് അമ്മ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഒരു സാഹചര്യം, അതൊരു മുതലെടുപ്പിലേക്ക് കടക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഈ 14കാരിയെ പീഡിപ്പിച്ച സംഭവമായാലും അത്തരത്തിലൊരു മുതലെടുപ്പ് നടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അമ്മ ഭർത്താവ് ഉപേക്ഷിച്ചു പോകുന്നു, അപ്പോൾ കുഞ്ഞുമായിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് ചേക്കേറുന്നു. പക്ഷെ അയാൾ ആ കുട്ടിയെ മോശമായി ദുരുപയോഗം ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ചുകൂടി ജാഗ്രതയോടെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വിലയിരുത്തുക, ഈ സംഭവങ്ങളൊക്കെ മുന്നിൽ കണ്ടായിരിക്കുക എന്ന് നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്ന സംഭവങ്ങളായി ഇതൊക്കെ മാറുകയാണ്. എന്തായാലും നിർണായകമായ സംഭവങ്ങൾ, ഗൗരവകരമായ സംഭവങ്ങൾ, ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.